എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 15ാമത്തെ പേജിൽ 3ാമത്തെ ചോദ്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, വിത്ത് ദ അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ, അതായത് ആ വൃദ്ധന്റെ വരവോട് കൂടി, വിത്ത് എനോർമസ് വിങ്സ്, വിത്ത് വളരെ വലിയ ആ ചിറകുകളോട് കൂടിയുള്ള ആ വൃദ്ധന്റെ വരവിൽ പെലായോസ് ലൈഫ് ചേഞ്ചസ്, പെലായോയുടെ ജീവിത രീതി മാറുന്നു. ഹി നോട്ട്സ് ഹിസ് കൺസേൺ, അവൻ അവന്റെ ആ കാര്യങ്ങളെല്ലാം ഇൻ ഹിസ് ഡയറി, നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതുന്നു. അതായത് അവൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ എന്താണ് ചെയ്യുന്നത്, ഡയറിയിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഹി നോട്ട്സ് ഹിസ് കൺസേൺസ്, അവന്റെ എല്ലാ ആങ്സൈറ്റീസും വറീസും എല്ലാം അവൻ എവിടെ എഴുതുന്നു, ഇൻ ദിസ് ഹിസ് ഡയറീസ്. ഓക്കെ, റൈറ്റ് ലൈക്ക്ലി എ ഡയറി എൻട്രി, നിങ്ങൾ ഒരു ഡയറി എൻട്രി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതെന്താണ് ഈ ഭാഗം തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി നടത്തേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ സംഭവം ആകണമെന്നില്ല. പരീക്ഷയ്ക്ക് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ട് നിങ്ങളോട് ഒരു ഡയറി എൻട്രി നടത്തുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും എഴുതാതെ ഇരിക്കരുത്, പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. ഇത് നിങ്ങൾക്ക് ഒരു മോഡലായിട്ട് ഡയറി എൻട്രിക്ക് തന്നിരിക്കുന്നതാണ്. ഡയറി എൻട്രിയുടെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസം എഴുതുക. ഫ്രൈഡേ 7, അതായത് 7ാം തീയതി, 7th മെയ്. മെയ് എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ 2025 2025 ഓക്കെ, അത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. ഡയറി എൻട്രിക്ക് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഇനി നമ്മൾ ഡയറി എഴുതാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇദ്ദേഹം ആണ് എഴുതുന്ന, പെലായോ എഴുതുകയാണ്. ഐ സ്റ്റിൽ കാണ്ട് ബിലീവ് വാട്ട് ഐ സോ ലൈയിങ് ഇൻ ദ മഡ് യെസ്റ്റർഡേ. എനിക്ക് സ്റ്റിൽ ഇപ്പോഴും കാണ്ട് ബിലീവ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വാട്ട് എന്ത്, ഐ സോ ഞാൻ കണ്ടത്, ലൈയിങ് കിടക്കുന്നത്, ഇൻ ദ മഡ് മണ്ണിൽ, യെസ്റ്റർഡേ ഇന്നലെ മണ്ണിൽ കിടക്കുന്നത് ഞാൻ കണ്ടത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻ ഓൾഡ് മാൻ, ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ അല്ലെങ്കിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ. നോ എ ക്രീച്ചർ, അല്ല ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജന്തു. വിത്ത് വിങ്സ്, വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറകുകൾ. ലൈക്ക് എ സോക്ക്ഡ് ബസാർഡ്, ലൈക്ക് പോലെ. എങ്ങനെയാണ് എ സോക്ക്ഡ് ബസാർഡ്, ഒരു കഴുകൻ വെള്ളത്തിൽ മുക്കി നനഞ്ഞ് കുതിർന്ന് ഇരിക്കുന്നത് പോലെ എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്, അല്ലെങ്കിൽ ഒരു ടർക്കി വേർഡ് പോലെ, അല്ലെങ്കിൽ ഒരു ടർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം വേർഡാണ്. എന്താന്ന് പറയുന്നത്, ഒരു ടർക്കിയെ വെള്ളത്തിൽ പിടിച്ച് നിറച്ചതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴീനെ അല്ലെങ്കിൽ ഒരു ജീവി, ഒരു പക്ഷീനെ പിടിച്ചു മുക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ അദ്ദേഹം കണ്ടത് ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എലിസിൻഡ ആൻഡ് ഐ, ഞാനും, കാണ്ട് മേക്ക് സെൻസ് ഓഫ് ഹിം അറ്റ് ഫസ്റ്റ്, എനിക്കും ഈ എലിസിൻഡ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. കുഡ് നോട്ട്, കഴിഞ്ഞില്ല, മേക്ക് സെൻസ്, അതായത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല, ഓഫ് ഹിം അറ്റ് ഫസ്റ്റ്, അവനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല ആദ്യം. ബട്ട് സംതിങ് അബൌട്ട് ദോസ് വിങ്സ് അൺസെറ്റിൽഡ് ഇൻ മീ, പക്ഷെ എന്തോ ഒന്ന്, ആ ചിറകുകളെ കുറിച്ചുള്ള എന്തോ ഒന്ന് എന്നിൽ അൺസെറ്റിൽഡ്, എന്നിൽ ഒരു സമാധാനം നൽകിയില്ല. ഇവിടെ വിങ്സ് അൺസെറ്റിൽഡ് എന്ന് വെച്ചാൽ എന്നിൽ സമാധാനം നൽകാതെ ഇരുന്നു. സെറ്റിൽഡ് മീ, അതായത് എനിക്ക് സമാധാനം നൽകിയില്ല. ദ നെയ്ബർ സ്വേസ് ഹി ഈസ് ആൻ ഏഞ്ചൽ. നെയ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽക്കാര് എന്ത് ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. ഹി ഈസ്, അവനാകുന്നു ഒരു ഏഞ്ചൽ ആണെന്ന്. കം ഫോർ ദ ചൈൽഡ്, അത് ആ കുട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, പക്ഷെ എനിക്കറിയില്ല, വെദർ ടു ബിലീവ് ഹെർ, അവളെ വിശ്വസിക്കണമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓർ ഫിയർ ഹെർ വേർഡ്സ്, അവളുടെ ആ വാക്കുകളെ ഭയപ്പെടണമോ വിശ്വസിക്കണമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരവസ്ഥ അറിയാതിരിക്കുകയാണ്. ദ ചൈൽഡ് ഹാസ് ഇംപ്രൂവ്ഡ്, ആ കുട്ടി ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്, എന്ത്, രോഗത്തിൽ നിന്നും മാറി വന്നിട്ടുണ്ട്. ആൻഡ് വൈൽ, അതേ സമയത്ത്, ഐ ഷുഡ് ബി താങ്ക്ഫുൾ, ഞാൻ ഒരു നന്ദിയുള്ളവനായിരിക്കണം. ഐ കാണ്ട് ഷെയ്ക്ക് ദ അണ്ണീസ് ദിസ് സ്ട്രേഞ്ചർ ബീയിങ്, ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഷെയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലുക്കി ചാടിച്ച, അതായത് എന്റെ മനസ്സിൽ നിന്ന് കളയാൻ സാധിക്കുന്നില്ല. അണ്ണീസ്, സമാധാനമില്ലായ്മ. ദിസ് സ്ട്രേഞ്ചർ ബ്രിങ്സ്, ഈ സ്ട്രേഞ്ചർ, ഈ പരദേശിയായ മനുഷ്യൻ, ബ്രിങ്സ്, കൊണ്ടുവരുന്ന ആ ഒരു സമാധാനമില്ലായ്മ എനിക്ക് എന്നിൽ നിന്ന് കുലുക്കി കളയുവാൻ സാധിക്കുന്നില്ല. പീപ്പിൾ ആർ ഫ്ലഡിങ്, ജനം എന്റെ അടുത്തേക്ക് മലവെള്ളം പോലെ ഒഴുകി വരുന്നു. ഫ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലവെള്ളം. ഇൻ ഹിസ് പിൽഗ്രിംസ്,
ഇൻ ഫ്ലഡിങ് ഇൻ, അതായത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ലൈക്ക് പിൽഗ്രിംസ്, പിൽഗ്രിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തീർത്ഥാടകരെ പോലെ. ടു എ ഷ്രൈൻ, ഒരു ഷ്രൈനിലേക്ക് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലേക്ക് തീർത്ഥാടകർ വരുന്നത് പോലെ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ടോസിങ് ഫുഡ്, അവൻ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നു. വാക്കിംഗ് ആൻഡ് ഷൗട്ടിങ് ആസ് ഇഫ് ഹി വേർ സം ഫെയ്ഗ്രൗണ്ട് ബീസ്റ്റ്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോവാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? സ്റ്റെയറിങ് എന്നാണ് പറയുന്നത് ഗോവാക്കിംഗ്. ആൻഡ് ഷൗട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആസിഫ് ഹി വേർ സം ഫെയർ ഗ്രൗണ്ട് ബീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലോകത്തുള്ള ജീവി അല്ലാത്ത രീതിയിൽ എന്നുള്ള ഒരു അർത്ഥമാണ്. ബീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തു എന്നുള്ള ഒരു അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാർട്ട് ഓഫ് മീ, അതായത് എന്നിൽ ഒരു ഭാഗം, ഈസ് ടെംപ്റ്റഡ് പ്രലോഭനപ്പെട്ടുന്നു. വി കുഡ് യൂസ് ദ മണി, നമുക്ക് പണം ഉപയോഗിക്കാം. ബട്ട് അനദർ പാർട്ട്, പക്ഷെ മറ്റൊരു ഭാഗം വണ്ടേഴ്സ്, അതിശയിക്കുന്നു. ഈ വി വിൽ പേ ഫോർ ദിസ് ഇൻ വേസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇങ്ങനെ പണം സമ്പാദിക്കുന്നതിന് വേറെ ഏതെങ്കിലും രീതിയിൽ അതിനെ തിരിച്ചടയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു പരിഹാരക്രിയ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കേണ്ടതായിട്ടോ വരുമോ എന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ടേക്കൻ ടു വാച്ചിങ്, ഞാൻ ഇത് കാണുന്നതിനായിട്ട്, ഓവർ ഹിം, ഞാൻ അവനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫ്രം ദ കിച്ചൺ വിൻഡോ, എന്താണ്? ആ അടുക്കളയുടെ ജനലിലൂടെ ഞാൻ അവനെ ഇങ്ങനെ വാച്ചിങ്, അതായത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലബ് ഇൻ ഹാൻഡ്, ഒരു വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട്. ആസ് ഇഫ് ദാറ്റ് മൈറ്റ് പ്രൊട്ടക്ട് അസ്, ആ വടി ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട്. ഫ്രം വാട്ടെവർ ഹി ട്രൂലി ഈസ്, അവൻ എന്തായാലും അതിൽ നിന്നും ഞങ്ങളെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വടിയും പിടിച്ചുകൊണ്ട് ഞാൻ അടുക്കളയുടെ വാതിലിൽ നിൽക്കുകയാണ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വാട്ട് ദിസ് മാൻ ഈസ്, ഈ മനുഷ്യൻ എന്താകുന്നുവെന്ന്. ഓർ വൈ ഹി ഈസ് ഹിയർ, അല്ലെങ്കിൽ എന്തിനാണ് അവൻ ഇവിടെ എന്നും എനിക്കറിയുന്നില്ല. ബട്ട് സംതിങ് ടെൽസ്, പക്ഷെ എന്തോ ഒന്ന് എന്നോട് പറയുന്നു. മീ, ഓക്കെ, അവർ ലൈഫ്സ് വോണ്ട് ബി ദ സെയിം നൗ, ഞങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് പഴയതുപോലെ ആയിരിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ ആദിയും വ്യാധിയും എല്ലാം കൂടി, അദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക സംഘർഷണം ഒക്കെ ആണ് ഇവിടെ നമ്മളോട്, അതായത് ഹി നോട്ട്സ് ഹിസ് കൺസേൺ ഇൻ ഹിസ് ഏരിയ, അതായത് അവന് വരുന്ന ഒരു പ്രശ്നങ്ങളെ മുൻപിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡയറി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതിയിരിക്കുന്നത് ആ രീതിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.